നമസ്കാരം, ഏവർക്കും സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. 1191 ആണ്ട് ചിങ്ങം 1 നാട്ടിലൊക്കെ കേട്ടോ. അപ്പോൾ വറുതിയുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കർക്കടക മാസം കഴിഞ്ഞിട്ട് മലയാളികൾ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെയായ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം ഇനിയിപ്പോൾ ഇന്ന് പൂരം നാളാണ്, നാളെ അത്തമാണ്. അത്തം തൊട്ട് എല്ലാവരും പൂക്കളമിടുന്ന സമയമാണ്, പൂവിളികൾ കേൾക്കുന്ന സമയമാണ്. മലയാളികൾക്ക് ഏവർക്കും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഓണക്കാലം. നിറയെ പായസവും ഇഷ്ടമുള്ളവരെയൊക്കെ കാണുവാനും എല്ലാവരോടുമൊപ്പം സമയം ചെലവഴിക്കുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലും നമ്മളുടെ എല്ലാവരുടെയും കാലണ്ടറിലും കുറച്ച് ദിവസങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഈ ഓണക്കാലത്തെ വരവേൽക്കുവാനായി ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾക്ക് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നേരത്തെ തന്നെ ഓണാശംസകൾ നേർന്നുകൊണ്ട് മനോഹരമായൊരു വർഷമാവട്ടെ നിങ്ങളുടെ ഏവരുടെയും എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായൊരു ഗാനത്തിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് ലെറ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഫസ്റ്റ് ലെറ്റർ എടുത്തതിനൊരു പ്രത്യേകതയുണ്ട്. മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്ന എല്ലാ ലെറ്റേഴ്സിനോടും നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. മാത്രമല്ല ലെറ്ററിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്നതാണ്. ഓക്കെ. പൂവും പുഞ്ചിരിയും പുന്നെല്ലും നിറഞ്ഞെൻ്റെ ഗ്രാമം ചിരിച്ചിടും ഓണം. ഒരുമയും പെരുമയും ഒരുപാട് ഓർമ്മയും ഒളിമങ്ങാതെ ഓർക്കുമെൻ ഓണം. പട്ടും പുടവയും പാട്ടിൻ്റെ ഈണവും പുതുമോടിയേകുന്ന പൊന്നിൻ പുലരിയൻ ഓണം. ഈ കവിത എഴുതി അയച്ചിരിക്കുന്നത് വിഷ്ണു രാജാണ്, ഡെൻവർ, കൊളറാഡോ. കവിത നന്നായെങ്കിൽ പാട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ കവിത നന്നായിട്ടുണ്ട്. കവിത നന്നായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു പാട്ടും കാണണമെന്നാണ് തിരിച്ചു പറയാനുള്ളത്. നാട്ടിലായിരുന്നപ്പോൾ സ്ഥിരം വാരികയിലും പത്രങ്ങളിലുമൊക്കെ കൃതികൾ അയച്ചു കൊടുക്കുന്ന ഒരു കൗമാരമുണ്ടായിരുന്നു. പലതും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുമുണ്ട് കേട്ടോ. കാലം എത്ര കഴിഞ്ഞാലും എൻ്റെ നാടും വീടും പ്രിയപ്പെട്ടതൊന്നും എനിക്ക് കൈവിട്ടിട്ടില്ല എന്ന പ്രതീക്ഷയിൽ മറ്റൊരു പ്രവാസി. ഈ ചിങ്ങം 1 ഓണക്കാലം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്ന വളരെ നല്ല മെമ്മറീസ് ഉണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പകാലമായിരിക്കുമ്പോൾ നമ്മൾ പൂവ് പറിക്കാൻ ഓടുന്നത്, അത് അയൽപക്കങ്ങളിലെ വീട്ടിൽ പൂവ് വളരെ സൂക്ഷിച്ച് വളർത്തുന്ന ആരെങ്കിലും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ഇത് പറിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ദേഷ്യം, ഈർഷ്യ. പക്ഷെ കുട്ടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുള്ള നമ്മളോട് തോന്നുന്ന ഒരു എന്താ പറയുക, ഒരു സഹതാപം, ആറ്റിറ്റ്യൂഡ് നന്നായിട്ട് മുതലാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ പെരുമാറുന്നത്. പിന്നെ പുതിയ ഉടുപ്പ് കിട്ടുക, പുതിയ ആൾക്കാരെ കാണാൻ പറ്റുക, പുതിയ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുക, ഇങ്ങനെയുള്ളൊരു വലിയ ലിസ്റ്റ് ഉണ്ടായിരിക്കും ഓണക്കാലത്ത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നത്. കാരണം കുറച്ചുകൂടി അവധി എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക, ബന്ധുക്കളെ കാണുക എന്നൊന്നും പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സ്റ്റിൽ ഇതൊരു കർഷക ദിനമാണ്. മലയാളികൾക്ക്, പ്രത്യേകിച്ചും ഒരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മലയാളികൾക്ക് ഏറ്റവും അധികം നന്നായി ഓർമ്മിക്കണം, വളരെ വർഷങ്ങളായി തലമുറകളായി നമ്മൾ കൊണ്ടുവന്നിരുന്ന ചില സംസ്കാരം, ചില ആചാരങ്ങൾ, അതൊക്കെ നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു കവിത, പ്രത്യേകിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ലൈൻസിൽ എഴുതി അയച്ചു തന്ന വിഷ്ണുരാജിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ നമ്മൾക്കൊരു കോളുണ്ട്, അത് കൂടെ അറ്റൻഡ് ചെയ്യാം. വിഷ്ണുരാജിനുള്ള സോങ് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഹലോ. ഹലോ. യെസ്, ആരാണ് സംസാരിക്കുന്നത്? ഇത് അമേരിക്കൻ സുരേഷ് ആണ്. ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഡെട്രോയിറ്റ്, മിഷിഗൻ. മിഷിഗൻ. ഓക്കെ, ഫൈൻ. എന്തൊക്കെയുണ്ട് ചേട്ടാ അവിടെ വിശേഷങ്ങൾ? ഹലോ. നല്ല വിശേഷം, നല്ല വിശേഷം. ഇവിടെ ചിങ്ങം 1 നിങ്ങൾക്ക് അവിടെ ചിങ്ങം 1 കുറച്ച് സമയം കൂടെ ഉണ്ടാവും അല്ലേ? അവിടെ വലിയൊരു റെലവൻസ് ഉണ്ടാവില്ല ചിങ്ങം 1. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 3 മണിക്കൂർ കഴിയുമ്പോൾ ചിങ്ങം 1 ഓക്കെ. അല്ല, സാധാരണ ചിങ്ങം 1 അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള റിച്വൽസ്, അമ്പലത്തിൽ പോവുക, വീട്ടിൽ പായസം വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഹലോ. നാളെ ജോലിയല്ലേ, മൺഡേ അല്ലേ? ഓ, മൺഡേ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അല്ലേ? പക്ഷെ സാധാരണ നാട്ടിൽ എവിടെയാണ് വീട്? നാട്ടിലെ കോട്ടയത്തെ പാമ്പാടി. പാമ്പാടി. ഓക്കെ, ഫൈൻ. അല്ല, ഞാൻ ചോദിച്ചത് പക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ആഘോഷങ്ങൾ? ഇപ്പം സുരേഷിന്റെ ചെറുപ്പകാലത്തിൽ എങ്ങനെയായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ? ഹലോ. പോയോ? ഹലോ. പറഞ്ഞോളൂ. ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു ചിങ്ങം 1 ശേഷമുള്ള, അതായത് അത്തം 10 ആ ദിവസങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചതെന്നൊന്ന് പറയാൻ പറ്റുമോ?
അപ്പൊ തീർച്ചയായിട്ടും ചിങ്ങം 1 മുതല് പിന്നെ ഊഞ്ഞാലിടുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഓണത്തിന്റേതായ പൂക്കളങ്ങൾ ഇടുക, എല്ലാം ചെയ്യുമായിരുന്നു. അവിടെ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഓണപ്പൂക്കളം ഒക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്രമിക്കാറുണ്ടോ? ഇവിടെ ഓണപ്പൂക്കളമ ഇവിടെ ഇടാൻ വീട്ടിൽ ശ്രമിച്ചിട്ടില്ല, പക്ഷേ ഓണപ്പൂക്കളങ്ങൾ ഇടുന്നത് കാണാൻ പോയിട്ടുണ്ട്. ഓക്കെ, മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അല്ലേ? അത് തന്നെ, മലയാളി അസോസിയേഷൻസ് ഓണപ്പൂക്കളങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഈ തിരുവോണത്തിന് നടത്തിയില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെയും ഈ ഓണത്തിന്റെ ആഘോഷങ്ങൾ നടത്തുകയും എല്ലാം ചെയ്യാറുണ്ട്. പൊതുവെ വിദേശ മലയാളികളുടെ ഓണാഘോഷം എന്ന് പറയുന്നത് തിരുവോണം കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു പറ്റിയൊരു അവധി ദിവസം നോക്കിയിട്ടാണല്ലോ. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണാം, ഇപ്പൊ ഓണാഘോഷത്തിനൊക്കെ നമ്മളിവിടെ ചില വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ് ചിലപ്പോൾ 1 മാസത്തോളം നീണ്ടു നിന്നിട്ട് പല ഞായറാഴ്ച പലരുടേതായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ ഉണ്ടാവും, പല അസോസിയേഷൻസിന്റെ. അങ്ങനെയുള്ള തമാശകളും ഉണ്ടാവാറുണ്ട് അല്ലേ? നാട്ടിലൊക്കെ ഓണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും ഇവിടെയൊക്കെ ആഘോഷിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവം കൂടിയല്ലേ? റൈറ്റ്. നമ്മുടെ അവസരങ്ങൾ കിട്ടുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴേ നമുക്ക് കൂടാൻ പറ്റത്തുള്ളൂ. ശരിയാണ്. നാട്ടിലേതുപോലെയല്ല, കുറേയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബട്ട് യെറ്റ് ഇവിടെയും നമ്മൾക്ക് ആൾക്കാരെ കാണാൻ പറ്റുകയും മീറ്റ് ചെയ്യാൻ പറ്റുകയും ഓണം അത്യാവശ്യമൊക്കെ ആഘോഷിക്കാൻ പറ്റുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ചേട്ടനൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു ഗാനമാണ് ഇനി അടുത്തതായി വരാൻ പോകുന്നത്. നമുക്ക് ആ ഒരു ഗാനം ആസ്വദിക്കാം. കൂടുതൽ ഓണവിശേഷങ്ങളും കൂടുതൽ ഓണപ്പാട്ടുകളും കൂടുതൽ ഫോൺ കോൾസും ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കുവാനുണ്ട്. അപ്പോൾ ആ ദൂരം സഞ്ചരിക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ആദ്യമായി ഒരു ഗാനം കേൾക്കാം. അപ്പോൾ പറഞ്ഞു പറഞ്ഞതുപോലെ 1191 ചിങ്ങമാസം 1-ാം തീയതിയിലെ നമ്മളുടെ 2ാമത്തെ കത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വായിക്കാം. Dear Anne, belated Independence Day wishes from Hazib Fayaz, Texas. I and my wife Shabina are physiotherapists, but she hasn't started her busy days here as she needs to finish her assessment. We are married for 2 years and we're in Australia for the first 14 months. അപ്പോൾ ഇവിടെ എത്തിയിട്ട് 6 മാസമായിട്ടുള്ളൂ അല്ലേ? Good. Since her brother Subaid and elder sister Suhana are settled here in US, it was more a decision for our wish to stay with our family rather than some adventurous desire that made us land in this place. Though we are strangers to this place, our family and friends makes us feel that we are not away from our homeland. Expecting you to play an interesting song for all of them. Regards, Hazib Fayaz and wife Shabina. ദൂരങ്ങൾ എവിടെയാണെങ്കിലും എത്ര ദൂരത്തായാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവുന്നത്, അത് പ്രത്യേകിച്ച് സുഹൃത്തുക്കളാണെങ്കിലും നമ്മളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ തന്നെയാണെങ്കിലും ഉണ്ടാകുന്നത് നമുക്കൊരു സന്തോഷം മാത്രമല്ല, ഒരു സുരക്ഷിതത്വം കൂടെയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നമ്മൾ താമസിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മലയാളിയെ കണ്ടാൽ, അത് മലയാളം അറ്റപ്പറ്റ പെറുക്കി പറയാനറിയാവുന്നൊരു തമിഴിനെ കണ്ടാൽ പോലും പലപ്പോഴും നമുക്ക് സന്തോഷം തോന്നും. കാരണം നമ്മുടെ നാടായിട്ട് എന്തോ ഒരു വിദൂര ബന്ധമുണ്ടല്ലോ എന്നൊരു ആശ്വാസം. അപ്പോൾ ഇത്തരം ആശ്വാസങ്ങളിൽ നിന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുവാനായി ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഫ്രണ്ട്സ് ഉണ്ടോ ഫാമിലി ഉണ്ടോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പം ഇത് എല്ലാവരുടെയും കാര്യം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, പക്ഷേ ചിലരുടെയെങ്കിലും ലൈഫിലെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിത്തീരും. അപ്പോൾ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിരിക്കുന്നു. ഇൻഡിപെൻഡൻസ് ഡേയുടെ വിഷസും എല്ലാവരും കൊടുത്തിരിക്കുന്നു ഓഗസ്റ്റ് 15, 2 ദിവസം മുമ്പായിരുന്നു. നിങ്ങൾക്ക് ഇന്നലെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത്തരം നല്ല നല്ല കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു വളരെ നല്ല ഗാനം കാണുവാനുള്ള സമയം എത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഗാനത്തിന് ശേഷം ഏവരോടും എപ്പോഴും പറയുന്നത് പോലെ തന്നെ തിരിച്ചെത്തുക അമേരിക്കൻ കഫേയിലേക്ക്. നമ്മൾ ലാൻഡ് ചെയ്തെത്തിയിരിക്കുന്നു അല്ലേ? ഇപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ, ഇത്ര മുമ്പ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത്, കോട്ടയം പാമ്പാടി സ്വദേശി സുരേഷ് ചേട്ടൻ്റെ മകൻ ക്രിസ്ത്യൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വിഷസ് ഇപ്പോഴേ നമ്മൾ നൽകിയിരിക്കുകയാണ്. എന്നാണ് ബർത്ത്ഡേ എന്നുള്ള കാര്യം മാത്രം ഞാൻ ചോദിച്ചില്ല, നേരത്തെ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ലെറ്റർ വായിക്കുവാനുള്ള സമയം എത്തിയിട്ടുണ്ട്. എന്താ പറയാം, ഇപ്പം ചിങ്ങം 1 ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് നാട്ടിനെക്കുറിച്ച് പറയുമ്പോഴും നാട്ടിലുള്ള ഓർമ്മകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും എല്ലാവർക്കും വളരെ വളരെ സന്തോഷമുണ്ടെന്ന് തോന്നി. ഇന്ന് കുറേ മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുള്ള ലെറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾക്കിപ്പോൾ തന്നെ കടക്കാം. ഒരു ഫോൺ കോളിൻ്റെ ശബ്ദം പോലെ തോന്നി, അതാട്ടോ ഞാൻ ഇത്ര ഡിലേ ആയത്. ഓക്കെ, ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ്. ഒരു ഫിലോസഫിക്കലായിട്ട് എഴുതിയിരിക്കുന്നത് ജിഷ ദിലീപാണ് കേട്ടോ. This is one like that.
I am Jisha Dilip, writing to you from Toronto. We have met a few years before at Kuala Lumpur. I was on my honeymoon there and we met at the Chinatown. You were doing some show from there and we even took some photos together. ജിഷയും ഹസ്ബൻഡ് ദിലീപും അല്ലേ? സോ നൗ ഡു യു റിമെമ്പർ മീ? എനിക്ക് ഫസ്റ്റ് ഈ ഒരു ലെറ്റർ വായിച്ചപ്പോൾ സത്യം പറയാൻ പെട്ടെന്ന് എനിക്ക് മുഖം ഓർമ്മ വന്നില്ല. പക്ഷേ ചൈന ടൗൺ എന്ന് പറഞ്ഞു. മാത്രമല്ല ജിഷയുടെ ഇപ്പോഴത്തെ 2-3 സ്നാപ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ ജിഷയാണ് ആ ജിഷയെന്ന് മനസ്സിലായത്. ഓക്കെ, ഞാൻ പറയാമേ എന്താ വിശേഷങ്ങളെ. Life has grown into a different phase right now. We have 2 kids, 2 boys, Ayush and Abhijit. My husband Dilip says you might not remember us. But I told, why not give it a try? So keep smiling and stay happy. ജിഷയുടെ വിശേഷങ്ങൾ ഞാൻ പറയാം. അതിന് ഒരു കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ജോസ്. ഓക്കെ, ഇത്തിരി ഉറക്കെ സംസാരിക്കോ? എന്റെ പേര് ജോസ്. ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്? അമേരിക്കയിലെ ടെന്നസി എന്ന സ്ഥലത്തുനിന്ന്. ടെനസി. ഓക്കെ, നാട്ടിലെവിടെയാണ് വീട്? നാട്ടില് കൊല്ലം. കൊല്ലം. എത്ര വർഷമായി ഇപ്പൊ അവിടെ ടെനസിയിൽ താമസിക്കുവാൻ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ എന്റെ 16 വർഷമായി. ഓക്കെ, ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ജോസ് എന്നാണ് പേര്, പക്ഷേ ഹുസൈൻ അല്ലേ ആൾക്കാർ പ്രൊനൗൺസ് ചെയ്യാന്നൊക്കെ നമ്മൾ തമ്മിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കോള് വന്നതും അല്ല, എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് വേറെയും കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കിപ്പോൾ ശബ്ദം കേട്ടപ്പോഴും എനിക്ക് അതേപോലെ മെമ്മറീസ് എത്തിയിരിക്കുന്നു. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലേക്ക് ഈടെങ്ങാനും പോയിരുന്നോ? നാട്ടില് കഴിഞ്ഞ വർഷം പോയിരുന്നു. ഈ വർഷം ഇനി പോകുന്നില്ലേ? ഈ വർഷം പോകുന്നില്ല. ഇല്ലേ? അതെന്താണ്? എല്ലാ വർഷവും നാട്ടിലേക്ക് പോവാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ മറ്റു തിരക്കുകളൊക്കെ ഉണ്ടായിട്ടാണോ? ഹലോ, പല കാര്യങ്ങളുണ്ട്. ആണല്ലേ? എല്ലാവരെയും കൊണ്ടുവരണ്ടേ അല്ലേ? വൈഫ്, കുട്ടികൾ എല്ലാവരും ഒപ്പം ഉണ്ടാവില്ലേ? എന്തോ ഒരു ഷോപ്പ് അല്ലേ? എന്തോ ഷോപ്പാണെന്നല്ലേ അന്ന് പറഞ്ഞത്? എന്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ. അല്ല അല്ലേ? ഓക്കെ, ശരി. ഇപ്പോൾ ചിങ്ങമാസമാണ്. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും ഓണക്കാലത്തെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കൊല്ലംകാരനായ ജോസേട്ടനും ശരിക്കും എന്താ പറയാ, എന്തൊക്കെയായിരുന്നു ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ? നല്ല നല്ല ഓർമ്മകളുണ്ടോ അതോ കുറച്ച് ഓർമ്മകളേ ഉള്ളോ? ഓണസമയം ഇന്ന് നാട്ടില് ഞാൻ 26 വയസ്സിൽ അവിടെ അമേരിക്കയിൽ വരുന്നത്. ഓക്കെ, അന്നത്തെ ഓണം ഇന്നത്തെ ഓണം നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എങ്ങാനും നാട്ടിൽ വന്നായിരുന്നു? ഓണത്തിൽ ആഘോഷങ്ങളിൽ എങ്ങാനും പങ്കെടുത്തായിരുന്നു? ഇല്ല, ഓണം എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ ഞങ്ങൾക്ക് സ്കൂൾ ടൈമാണേ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ സാധാരണ നാട്ടിൽ വരുന്നത് ക്രിസ്മസിനൊക്കെയാണോ അതോ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ നാട്ടിൽ വരാറുള്ളൂ? വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് മെയ് ജൂൺ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് മാത്രമേ നാട്ടിലെത്താറുള്ളൂ അല്ലേ? അന്നേരം വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ഇതല്ല ചോദിക്കുന്നത്. ഓണ സദ്യ ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താ? ഓണസദ്യയിൽ ഏറ്റവും നല്ല വിഭവം പായസം. പായസം. എന്ത് പായസമാണ് ഏറ്റവും ഇഷ്ടം? അടപ്രഥമൻ. ആഹാ, ചേട്ടൻ അടപ്രഥമൻ ഉണ്ടാക്കാൻ അറിയോ? ഞങ്ങൾ ഓണം ആഘോഷിച്ചു കഴിഞ്ഞു ഇവിടെ. ആണോ? അപ്പൊ വളരെ നേരത്തെ തന്നെ ഓണം അവിടെയൊക്കെ എത്തിയിരിക്കുന്നു. സമ്പദ് സമൃദ്ധിയുടെ പറഞ്ഞോളൂ. ആണല്ലേ? ഹലുവ ഉണ്ടാക്കാറുണ്ടോ? എന്റെ ദൈവമേ, ഓണത്തിന് ഹൽവ ഒരു എന്താ പറയാ, ഒരു സാധാരണ അത്ര കേൾക്കാറുള്ള ഒരു കോമ്പിനേഷൻ അല്ല. ബട്ട് സ്റ്റിൽ ഓണം എന്ന് പറയുന്നത് മധുരിക്കുന്ന ഓർമ്മ ആയതുകൊണ്ട് മധുരമുള്ള എന്തും അധികമാകാം അല്ലേ? ഓക്കെ, അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടും ചേട്ടന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് നല്ലൊരു സോങ് കാണണ്ടേ?
ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എൻ്റെ മനസ്സിലിപ്പോൾ ഈ ജിഷ ദിലീപിൻ്റെ ചിത്രങ്ങളാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. ഓക്കെ. എന്താ വെച്ചാൽ ഞാൻ അന്നിപ്പോൾ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഹണിമൂണിന് അവിടെ വന്നിരിക്കുന്ന സമയം ചൈന ടൗണിൽ വെച്ചിട്ട് ജിഷയ്ക്കും ഹസ്ബൻഡിനും ഇപ്പോൾ പറയുന്നതോട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുള്ളൂ, വഴി തെറ്റിപ്പോയതും ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് എനിക്കും അവിടെ വെച്ച് എങ്ങോട്ടാണ് പോവേണ്ടത്, എങ്ങനെയാണ് തിരിയേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുക. പൊതുവേ എനിക്ക് എവിടെയെങ്കിലും റൂട്ട് മാപ്പ് അത് ഇത്തിരി വളരെ കമ്മിയായിട്ട് എൻ്റെ ബ്രെയിനിൽ അതൊന്നും കൃത്യമായിട്ടൊന്ന് ഫിക്സ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ജിഷേനെ എനിക്ക് പ്രോപ്പർലി ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. പക്ഷേ എൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് തന്നെ അങ്ങനെ ആയിപ്പോയി, വഴി ഇത്തിരി മാറിപ്പോകും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ. ബട്ട് സ്റ്റിൽ ജിഷ അന്ന് അവിടെ വരുന്നതും ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും കുറേയധികം ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ കണ്ടു. സ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും അതുപോലെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ജിഷയ്ക്കും ഹസ്ബൻഡിനും കൂടെ വേണ്ടിയിട്ട് കൂടിയാണ് അടുത്ത സോങ്. അത് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സോങ് കാണുന്നു. അതിനുശേഷം എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മൾ തിരിച്ചെത്തുന്നു അമേരിക്കൻ കഫേയിലേക്ക്. ഹലോ 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 ഹലോ. എന്റെ ദൈവമേ, എന്നെ കൊണ്ട് 3 തവണ ഹലോ പറയിക്കണമെന്ന് എന്തോ നിർബന്ധമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആരാ ഇത്? ഹലോ ഹലോ, ഉറക്കെ പറയൂ. ഹലോ. യെസ്, ഉറക്കെ പറയൂ. സൈനോ വർഗീസ്. പാർഡൻ മീ? എന്റെ പേര് സൈനോ വർഗീസ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു സൈനു വർഗീസ്? വിളിക്കുന്നേ. ഉറക്കെ പറഞ്ഞോളൂ. ഞാൻ കാനഡ വിളിക്കുന്നേ. ഓക്കെ, എന്ത് ചെയ്യുകയാണ് ഇപ്പം? ഇപ്പൊ ട്രാവൽ ചെയ്യാണോ? എന്തുവാ? ഇപ്പൊ എന്താ ട്രാവൽ ചെയ്യാണോ? ക്ലിയർ ആവണില്ല സംസാരിക്കുമ്പോ. ഹലോ, പോയോ? ദൈവമേ, എന്നെ കൊണ്ട് 3 തവണ ഹലോ പറയിക്കണമെന്ന് ഒരു ഉദ്ദേശം മാത്രമേ സൈനു വർഗീസിനുണ്ടെന്ന് തോന്നുന്നു. ആ കോൾ കട്ടായോ? ഡ്രോപ്പായി പോയി. ഓക്കെ, അപ്പോൾ വെറുതെ വന്ന് കൊതിപ്പിച്ചിട്ട് പോയൊരു കോളായിരുന്നു. അപ്പോൾ എന്തായാലും എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ എന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ ലെറ്ററിലേക്ക് കിടക്കുന്നില്ല. ബട്ട് ഞാനൊരു ചെറിയ കാര്യം പറയാം കേട്ടോ. അതായത് ഒരമ്മ വീട്ടിൽ 2 ആപ്പിൾ ഇരിക്കുമ്പോൾ മകളുടെ അടുത്ത് ചോദിച്ചു, മോളെ എനിക്കിതിൽ 1 ആപ്പിൾ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മോൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണ്, 4 വയസ്സ് മാത്രമുള്ള കുട്ടി. അപ്പോൾ മോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1 ആപ്പിൾ എടുത്തൊന്ന് കടിച്ചു നോക്കിയിട്ട് മെല്ലെ എന്ന് പറഞ്ഞ് കഴിച്ചിറക്കി. അതിനുശേഷം 2ാമത്തെ ആപ്പിളും എടുത്ത് ഒരു കടി വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മ മനസ്സിലാലോചിച്ചു, എന്താണോ ഈശ്വര, എൻ്റെ കുട്ടി ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ വളരെ സെൽഫിഷായിട്ട് വളരുവാനുള്ളൊരു സാധ്യതയാണല്ലോ കാണുന്നത്. കാരണം അവളുടെ അടുത്ത് 1 ആപ്പിൾ ഞാൻ ചോദിച്ചപ്പോൾ കയ്യിൽ 2 എണ്ണം ഉണ്ടായിട്ട് പോലും അവൾ 1 എണ്ണം എനിക്ക് തരാതെ 2 അവളിരുന്ന് കടിക്കുകയാണല്ലോ എന്ന്. പക്ഷേ അപ്പോഴേക്കും കുട്ടി തിരിച്ചൊരു ഉത്തരം നൽകി. അതായത്, അമ്മേ ഈ 2nd ആപ്പിൾ എടുത്തോളൂ, ബിക്കോസ് ദിസ് ഇസ് മോർ സ്വീറ്റർ എന്ന്. അവൾ ഏതാണ് കൂടുതൽ സ്വീറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആപ്പിളിൻ്റെ ഒരു കുഞ്ഞു കടി കൊടുത്തത്. കൂടുതൽ സ്വീറ്റ് ആയിട്ടുള്ളത് അമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ കുട്ടി അങ്ങനെ ചെയ്തത്. പക്ഷെ അമ്മയുടെ അസസ്മെൻറ്റിൽ പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ കുട്ടി ചെയ്തത് ഒരു ഇത്തിരി സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആക്റ്റായിട്ട് പോലെ തോന്നി. നമ്മുടെ ലൈഫിലും വരുന്ന ചില ഇൻസിഡൻസ് ഒക്കെ അങ്ങനെയാണ്. ആദ്യം നമ്മൾക്ക് തോന്നും ഇത് ഇത്രയും ഏടാകൂടമാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമാണല്ലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ സംഭവിക്കേണ്ടത് എന്നൊക്കെ തോന്നിയാലും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ പറയുന്ന പോലെ കാലാന്തരേണ നമ്മൾക്ക് മനസ്സിലാകും എന്താ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു, സംഭവിക്കുന്നതും നല്ലതിനായിരുന്നു, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനായിരുന്നു. അപ്പോൾ ഇപ്പോൾ കോൾ കട്ടായി പോയതും എന്തോ നല്ലതിനായിരുന്നു തന്നെ ചിന്തിക്കാൻ എനിക്കിവിടെ ഇരുന്ന് തരവുള്ളൂ. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു നല്ല ഗാനവും അതിനുശേഷം വീണ്ടും കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. അപ്പോൾ സംഭവാമേ യുഗേ യുഗേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു നല്ല ഗാനം കാണാം കേട്ടോ. നിങ്ങളെല്ലാവരും ഗാനം ആസ്വദിക്കുന്നതിനിടയിൽ ഞാനിവിടെ കുറേ വാട്സപ്പ് മെസ്സേജസ് നോക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി വളരെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളത്, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ അഭിമാനത്തോടെ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു പേരുണ്ട്. ഗൂഗിളിൻ്റെ CEO ആയിട്ട് വന്നിട്ടുള്ള ഇന്ത്യക്കാരൻ്റെ പേര്. അപ്പോൾ ഈ ഒരു നാമധേയത്തോടൊപ്പം ഇപ്പോൾ ഒരു നല്ലൊരു സ്റ്റോറി ഇപ്പോഴും വാട്സപ്പിൽ വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ അത് സത്യമാണോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റോറിയുടെ ഉള്ളടക്കം എന്താണെന്ന് ഞാൻ വളരെ വേഗം പറയാം. ഓക്കെ, അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സ്ത്രീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് ഒരു കുഞ്ഞ്
കോക്രോച്ച് വന്ന് ചാടി വീണു. അപ്പോൾ സാധാരണ ഇതൊക്കെ കാണുമ്പോൾ സ്ത്രീകൾ ഇത്തിരി സ്കേഡ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്ത്രീ അവിടെ കിടന്ന് ബഹളം വെച്ചു, കരഞ്ഞു, നിലവിളിച്ചു. തൊട്ടപ്പുറത്തുള്ള സ്ത്രീയുടെ ദേഹത്തേക്ക് ചാടി, അതിനുശേഷം അതൊരു പ്ലേറ്റിലേക്ക് ചാടി. അപ്പോൾ മൊത്തം ഒരു ഖെയോസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. എല്ലാവരും ഉറക്കെ ബഹളം വെക്കുന്നു, എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കണ്ട് പേടിക്കുന്നു. ഇത് ഇന്ത്യയിലെ കഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ ഒരു പാറ്റയെ കണ്ടാൽ ഒരു സ്ത്രീ ഇത്രയൊക്കെ കിടന്ന് ബഹളം വെക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ദിവസവും അടുക്കളയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ കിടന്ന് ബഹളം വെക്കാനുള്ള സമയമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ തമാശയായിട്ട് പറയുകയാണ് കേട്ടോ. പക്ഷേ ഇത് കണ്ട ഉടനെ, ഇങ്ങനെ ഒരു കോക്രോച്ചിനെ അവിടെ കണ്ട ഉടനെ അവിടെയുള്ള ഹോട്ടലിലുള്ള ഒരു വെയിറ്റർ വന്നിട്ട് ഒരു തുണി അതിൻ്റെ മേലെയിട്ട് ആ കോക്രോച്ചിനെ എടുത്തുകൊണ്ട് പുറത്തിട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് പേരുടെയും റിയാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് സ്ത്രീ വളരെ പെട്ടെന്ന്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ ഉള്ളിലുള്ളൊരു ഭയം അവരങ്ങനെ തന്നെ എടുത്ത് പുറത്ത് കാണിച്ചു. പക്ഷേ ആ വെയിറ്റർ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അതും വളരെ ബുദ്ധിപരമായിട്ട് റെസ്പോണ്ട് ചെയ്തു. എന്തായാലും ആ ഒരു കോക്രോച്ച് അവിടെ പ്രശ്നമുണ്ടാവും, അപ്പോൾ ആരെങ്കിലും അതിനെ എടുത്ത് കളഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു ലീഡർഷിപ്പ് സ്കിൽ അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി അതാണ് അയാൾ അവിടെ വ്യക്തമായിട്ട് ചെയ്തത്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ വരുന്ന ഇൻസിഡൻസും ഇങ്ങനെ തന്നെ ആകാം എന്നും പറയാറുണ്ട് അദ്ദേഹം. അപ്പോൾ മിസ്റ്റർ പിച്ചായ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പലപ്പോഴും ഒരു ട്രാഫിക് ജാമിൽ പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നത് അവിടെ ട്രാഫിക് ജാം ഉണ്ടായതുകൊണ്ടല്ല, പക്ഷേ ആ ട്രാഫിക് ജാം എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലൈഫിൽ വേറെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒന്ന് വീഴുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ കറണ്ട് ഒന്ന് പോയിട്ടുണ്ടെങ്കിലൊക്കെ, നമ്മുടെ ഒരു ഇന്ത്യൻ സിനാരിയോയിൽ ഞാനത് വേർഷൻ തരികയാണ് കേട്ടോ. ഒരു ഇലക്ട്രിസിറ്റി പോയിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി പോകുന്നത് മാത്രമല്ല പ്രശ്നം, ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നതാണ് പലപ്പോഴും ആ സമയത്ത് നമ്മുടെ മൂഡ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മേക്സ് എ ക്ലിയർ ഡിഫറൻസ് എന്ന ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം. അതിനിടയിൽ 1-2 കോൾസ് വന്ന് ഇങ്ങനെ ഡും ഡും എന്നൊരു ശബ്ദം കേൾപ്പിച്ചിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ ലെറ്റേഴ്സിലേക്ക് കടക്കാതിരിക്കുന്നത്. ലെറ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ പകുതിയാവും, ലെറ്റർ ഫുള്ളാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും അടുത്ത ബ്രേക്കിന് ശേഷം വരുന്ന ലെറ്റർ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഗാനം ആസ്വദിക്കാം. യെസ് ഫ്രണ്ട്സ്, യു ആർ വാച്ചിങ് അമേരിക്കൻ കഫേ വിത്ത് മീ ആൻഡ് പാലി. നമ്മൾക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ. യെസ്, ആരാണ് സംസാരിക്കുന്നത്? ഇത് ന്യൂയോർക്കിൽ നിന്ന് ഗീവർഗീസ് പണിക്കർ. ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനു മുൻപ് വിളിച്ചിട്ടുള്ളവരുടെയൊക്കെ കോൾസ് ആയിരുന്നു ഇന്ന് കൂടുതൽ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? അത് മുമ്പ് വിളിച്ചിട്ടുള്ളവരായിരിക്കും പിന്നെ അത് കണ്ടോണ്ടിരിക്കുന്നത്, അതുകൊണ്ടല്ലേ വീണ്ടും വിളിക്കുന്നത്. താങ്ക്സ് കേട്ടോ, സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. നമ്മൾ വിളിക്കുന്നവർ അല്ലെങ്കിൽ പ്രോഗ്രാംസ് കാണുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യം അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തത് പുതിയതായിട്ട്? ഞായറാഴ്ച പള്ളിയിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നു. ഇങ്ങനെ വൈകിട്ട് നാളെ ഡേ ഓഫ്, അതുകൊണ്ട് ഇത് വാച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് ചിങ്ങം 1 ഓണമാണ്, ഇതൊക്കെ ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഓണം ആഘോഷങ്ങൾ നടത്തി അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ അടുത്ത ഈ ഓഗസ്റ്റ് 30 ഞങ്ങളുടെ പള്ളിയിൽ കുർബാന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഓണസദ്യയാണ്. ഓണസദ്യ ഉണ്ട്. അന്നേരം ഓരോ വീട്ടിൽ നിന്ന് ഓരോ വീട്ടുകാർ പായി അടപ്രധാനം, ഇഞ്ചി, നാരങ്ങ, പിന്നെ അവിയല്, സാമ്പാറ്, മോര്, ചോറ് ഞങ്ങളുടെ പള്ളി വെക്കും. കണ്ടോ, ഒരുവിധപ്പെട്ട കറികളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇനി പച്ചടി ഇതെല്ലാം ഇലയൊക്കെ വെട്ടിയിട്ട് സുന്ദരമായിട്ട് എല്ലാവരും ചാപ്പാട് കഴിക്കും. അടിപൊളി സദ്യ കഴിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്ത് കറിയാ കൊണ്ടുപോകുന്നത്? ഇതെല്ലാം ഉപ്പേരി എല്ലാം ഉണ്ടാവും. ആണല്ലേ? അല്ല, അപ്പം അങ്കിൾ എന്ത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞങ്ങള് മിക്കവാറും ഇഞ്ചിക്കറി ആയിരിക്കും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇഞ്ചിക്കറി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ. വീട്ടുകാർ ഓരോന്ന് കൊണ്ടുപോകും. ഓക്കെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപന്യാസം എഴുതുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എങ്ങനെ? ഉപന്യാസം എഴുതുക, 5 സെന്റൻസ് എഴുതുക. അതൊന്നും ആ പരിപാടി ഇല്ല. അല്ല, സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞ, ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഓണത്തിനെ കുറിച്ചൊരു 5 സെന്റൻസ് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? എന്തെങ്കിലും കുറച്ച് നല്ല ഓർമ്മകൾ പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിപ്പോഴേ ഒന്ന് ട്രൈ ചെയ്യാം. 5 വരെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. പറയുന്നത് ഒരു സമൃദ്ധിയുടെ അനുഭവം, ഒരു
സന്തോഷത്തിൽ പണക്കാരും പാവം പിടിച്ചവരും ജാതി മത ഭേദമന്യേ ഭേദമന്യേ എൻജോയ് ചെയ്യുന്ന ഒരു അനുഭവം. ഓക്കെ, പിന്നെ ഒരു സെന്റൻസും കൂടെ പറഞ്ഞോളൂ. അതുപോലെ തന്നെ അന്ന് പബ്ലിക് ഹോളിഡേ ആയിരിക്കും എല്ലാവർക്കും, ഈവൻ മൃഗങ്ങൾക്ക് വരെയും. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് മൃഗങ്ങൾക്ക് വരെയും പുല്ലൊക്കെ പറിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ചോറിനാനൊക്കത്തുള്ളായിരുന്നു. അതും ഈ പശുക്കളെ എല്ലാം എരുത്തിൽ കെട്ടി കുളിപ്പിച്ച് വൃത്തിയായി കെട്ടി അവർക്ക് വേണ്ടുന്ന ആഹാരം എല്ലാം കൊടുത്തതിന് ശേഷം അവരും എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ലോകം കാണുന്നത്. ഓക്കെ, അത് തീർച്ചയായിട്ടും ഒരു നല്ല ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അവർ കഴിക്കുന്ന ഓണസദ്യയെക്കുറിച്ചും അല്ലെങ്കിൽ അവർ ആഘോഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വളർത്തു മൃഗങ്ങൾ പോലും, പശുവാണെങ്കിലും ഒക്കെ, അവർക്കും കൂടി ആഘോഷിക്കേണ്ടതാണോ ഓണം, അല്ലെങ്കിൽ മറ്റെന്ത് ആഘോഷങ്ങൾ എന്ന് പറയുന്നത്? തിരിച്ച് കെട്ടി അവർക്ക് വേണ്ടുന്ന ആഹാരം എടുത്തു കൊടുത്തിട്ട് നല്ലോണം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ 5 സെന്റൻസ് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഇത്രയും നല്ല കൃത്യമായിട്ട് വ്യക്തമായിട്ടൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെക്കാളും കുറച്ചുകൂടി മുതിർന്നവർ, നമ്മൾക്ക് മുന്നേയുള്ള തലമുറയിലുള്ളവർക്കാണ് പലപ്പോഴും സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ലോകത്തെമ്പാടുമുള്ള ഹൈന്ദവ പ്രകാരമുള്ള വാവുബലി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്ന് ചിങ്ങം 1. ഇനിയുള്ള ദിവസങ്ങളും വളരെ മനോഹരങ്ങളായ ദിവസങ്ങളായിരിക്കും. പക്ഷെ ആദ്യം പറഞ്ഞ 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ചില ഓർമ്മകൾ എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ പോലെയാണ്. കുറേ അധികം കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും മനസ്സിൽ നിന്നെടുത്ത് പെറുക്കിയെടുത്ത് ആ വാക്കുകളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒന്ന് മുന്നിൽ വെച്ച് നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോയേക്കാം. അത്തരം ചില ഓർമ്മകളെ വീണ്ടും നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയാണെങ്കിലും ഇത്തരം ചില ഓർമ്മകളാണ് ചില കർമ്മങ്ങളായി, ചില ആഘോഷങ്ങളൊക്കെയായി പിന്നീട് പരിണമിക്കുന്നത്. ആ ആഘോഷങ്ങളെയൊക്കെ നമ്മൾ ഓണമെന്നും അല്ലെങ്കിൽ ചിങ്ങമാസമെന്നും പൊൻപുലരിയുടെയും സമ്പദ് സമൃദ്ധിയുടെയും കാലഘട്ടം എന്നുമൊക്കെ ഇഷ്ടമുള്ള പേരുകൾ വിളിച്ച് നമ്മൾക്ക് സ്നേഹിക്കാം. പക്ഷേ എത്രമാത്രം സ്നേഹിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സംസ്കാരത്തോടും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോടുമുള്ള വല്ലാത്തൊരു അടുപ്പം തന്നെയാണ് ഇവയെല്ലാം കാണിക്കുന്നത്. ഇത്തിരി മുൻപ് നമ്മുടെ ലാസ്റ്റ് കോളർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആഘോഷിക്കുവാനുള്ളതാണ് ഓണം. ജാതിമത ഭേദമന്യേ മൃഗങ്ങൾ എന്നോ മനുഷ്യരെന്നോ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഈ ഒരു ഓണം നിങ്ങളുടെ ഏവരുടെയും മനസ്സിൽ ഒരുപാട് നല്ല സ്വപ്നങ്ങളും ഒരുപാട് നല്ല ഓർമ്മകളും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം യാത്രാമൊഴി ചോദിക്കുന്നു. ആൻ എന്ന ഞാൻ.